തൃശ്ശൂർ ജില്ലയിലെ വേളൂക്കര പഞ്ചായത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേര് പ്ലാവ് ജയൻ എന്നാണ്. പ്ലാവ് ജയനോ? അതെന്ത് പേരാ? കളിയേക്ക് വിളിക്കുന്നതാണോ? അല്ല, നാട്ടുകാർ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. അവിട്ടത്തൂരിലെ പ്ലാവ് ജയൻ നാട്ടുകാർക്ക് കൗതുകവും നാടിന് അനുഗ്രഹവുമാണ്. ജില്ലയിലെ പാതയോരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പ്ലാവുകൾ നട്ടുവളർത്തിയത് ജയനാണ്. പ്ലാവുകളുടെ വളർത്തച്ഛൻ. കാണാം. പ്ലാവെന്ന് ഇരട്ടപ്പേര്, പ്ലാവ് ജയൻ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുന്നതാണ് ജയനും ഇഷ്ടം, അഭിമാനവും. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയതാണ് ഈ ഇരട്ടപ്പേര്. ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂൾ വളപ്പിൽ നടാൻ ആ 12കാരൻ ഒരു പ്ലാവിൻ തൈ കൊണ്ടുവന്നു. അന്ന് തുടങ്ങിയ യാത്ര ഇന്നും തുടരുകയാണ്. നാട്ടുഫലവൃക്ഷങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഈ പ്ലാവ് എന്ന് പറയുന്നത്. ഭക്ഷ്യസുരക്ഷയായിട്ടും അതുപോലെ തന്നെ തണലും കുളിരും അങ്ങനെ പ്രകൃതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളിൽ, നാട്ടുഫല വൃക്ഷങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അതിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. പ്രകൃതിയുടെ നാശവും എല്ലാത്തിനും അതിനെ റിക്കവർ ചെയ്ത് വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ പ്ലാവുകളുടെ കാടുകൾ ഉണ്ടായേ മതിയാകും. പ്ലാവുകളിലെ വ്യത്യസ്തതകൾ തേടി ജയൻ നടന്നു. 42 ഇനങ്ങൾ കണ്ടെത്തി. അതിൽ ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിഞ്ഞ 18 ഇനങ്ങൾ നട്ടു, വെള്ളമൊഴിച്ചു, പരിപാലിച്ചു. സ്വന്തം പുരയിടത്തിൽ ഒതുങ്ങിയില്ല ജയന്റെ പ്ലാവ് ജീവിതം. ഗ്രാമത്തിലെങ്ങും ജയൻ നട്ടുവളർത്തിയ പ്ലാവുകൾ കാണാം. അങ്ങനെ പ്ലാവ് ഗ്രാമം എന്ന ആശയവും യാഥാർത്ഥ്യമായി. ദേശീയപാതയ്ക്കരികിൽ തണൽ വിരിച്ച് തല ഉയർത്തി നിൽക്കുന്നു ജയൻ നട്ട പ്ലാവുകൾ. ഞാൻ സർക്കാരിന് വേണ്ടിയിട്ട് തന്നെ 8ഓളം പ്ലാവ് ഗ്രാമങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് വ്യക്തികൾക്കാണ് ഇപ്പോൾ അധികവും ചെയ്യുന്നത്, തരിശായി കിടക്കുന്നത്. ഇപ്പോൾ ഇത് 3.5 ഏക്കർ ഭൂമി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മൊത്തം ഭയങ്കര വെയിലായിരുന്നു. ഉച്ച സമയത്തൊക്കെ വേനൽക്കാലത്ത് ഇതിൽ നടക്കാൻ പറ്റില്ല ചൂട് കൊണ്ട്. പക്ഷെ ഇന്ന് ഒരു സെൻട്രൽ എസിയുടെ അനുഭൂതിയാണ് ഇതിന് ചുറ്റുമുള്ള റോഡിലൂടെ പോകുന്നവർക്ക്. ഏറ്റവും മികച്ച നാടൻ ഫലവൃക്ഷം. ചക്കയിലൊന്നും കളയാനില്ല. കുരുമുതൽ മടൽ വരെ എന്തും നന്നായുണ്ടാക്കിയാൽ ആസ്വദിച്ച് കഴിക്കാം. 100% വിശ്വസിച്ച് കഴിക്കാം. 42ഓളം വെറൈറ്റീസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പല ഗ്രാമങ്ങളിൽ പോയിട്ട്, ഞാനിപ്പോൾ 27 വർഷമായിട്ട് എൻ്റെ പ്രൊഫഷൻ തന്നെ ഇതാണ്. അതേ മാതൃവൃക്ഷത്തിൻ്റെ ഇനം ഉണ്ടാകുന്ന വിത്തുകൾ ഓരോ ചക്കയുടെ ഉള്ളിലുണ്ട്. അത് സെലക്ട് ചെയ്യാനുള്ള അനുഭവജ്ഞാനം വേണം. അത് നമ്മുടെ അച്ചാച്ചന്മാർക്കുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. ആ ഒരു കൃഷി രീതിയാണ് എൻ്റെ കൃഷി രീതി. പ്ലാവ് നാടിന് നന്മ കൊണ്ടുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ജയൻ. വന്യമൃഗശല്യത്തിനും പരിഹാരമുണ്ട് നമ്മുടെ പ്ലാവ് ജയൻ്റെ പക്കൽ. ആനകൾ പോലുള്ള സംഭവങ്ങൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചക്കയാണ്. അപ്പോൾ ചക്ക പോലുള്ള സംഭവങ്ങൾ പ്ലോട്ട് തിരിച്ച് അവിടെ ഇവിടെയും കുറേ ആൾക്കാരെ ബോധിപ്പിക്കാനും ഇത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പ്ലോട്ട് തിരിച്ച് ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ വയനാടൻ കാടിൻ്റെ ഉള്ളിൽ ഇത്തരം സംഭവങ്ങൾ പ്ലോട്ട് തിരിച്ചിട്ട് ചെയ്താൽ, ഞാൻ ഈ ചെയ്യുന്ന പണി അവിടെ ചെയ്താൽ നജീബിൻ്റെ ആടുജീവിതം നമ്മെ വേദനിപ്പിച്ചെങ്കിൽ ജയൻ്റെ പ്ലാവ് ജീവിതം നമ്മെ സന്തോഷിപ്പിക്കും. കാരണം മറ്റൊന്നുമല്ല, ജയൻ്റേത് പ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.